നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസിൻ്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് IA ഗ്രൂപ്പുകളാണ്. കെ കരുണാകരനും AK ആന്റണിയും അതിനുശേഷം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അങ്ങനെ നിരവധി പ്രഗത്ഭരായ നേതാക്കളാണ് ഈ രണ്ട് ഗ്രൂപ്പിനെയും നയിച്ചിരുന്നത്. എന്നാൽ 2021 ശേഷം A ഗ്രൂപ്പ് ഏറെക്കുറെ നാമാവശേഷമാവുകയും I ഗ്രൂപ്പ് VD സതീശൻ്റെയും KC വേണുഗോപാലിൻ്റെയും ഒക്കെ കൈകളിൽ ഒതുങ്ങുകയും ചെയ്തു. ഫലത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ ഒരു കാലത്ത് പ്രബല ശക്തിയായിരുന്ന A വിഭാഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ A ഗ്രൂപ്പ് ഇല്ല. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും ഒക്കെ നയിച്ച കെ കരുണാകരനെ വിറപ്പിച്ചിരുന്ന A ഗ്രൂപ്പ് നാമാവശേഷമായി കഴിഞ്ഞിരുന്നു. 2023 ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പിന്നെ A ഗ്രൂപ്പ് എന്ന് പറയാൻ കേരളത്തിൽ ആരും തന്നെ ഇല്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെ VD സതീശൻ്റെയും KC വേണുഗോപാലിൻ്റെയും K സുധാകരൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പുതിയ I ഗ്രൂപ്പ് പാർട്ടിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ പതിയെ മാറി വരികയാണ്. ഒരു പുതിയ A ഗ്രൂപ്പ് കേരളത്തിലെ കോൺഗ്രസിൽ രൂപം കൊള്ളുകയാണ്. ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥുമാണ് ഈ പുതിയ A ഗ്രൂപ്പിൻ്റെ സാരഥികൾ. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ വിഭാഗത്തിനൊപ്പമുണ്ട്. ഇവർ മൂന്ന് പേരും ചേർന്ന് VD സതീശൻ്റെ സഹായത്തോടെ ഒരു പുതിയ A ഗ്രൂപ്പ് കേരളത്തിൽ കെട്ടിപ്പടുക്കുകയാണ്. പണ്ട് ഉമ്മൻചാണ്ടിക്കൊപ്പം ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ഈ ഗ്രൂപ്പിലൊന്നും ഇല്ല. KC ജോസഫ്, ബെന്നി ബെഹനാൻ, MM ഹസൻ തുടങ്ങിയവരാരും തന്നെ ഇപ്പോൾ A ഗ്രൂപ്പിൻ്റെ തലപ്പത്തില്ല. ഇവരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും രാഹുൽ മാങ്കൂട്ടത്തിലും ചേർന്ന് A ഗ്രൂപ്പിനെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചെടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ തങ്ങളുടെ കക്ഷത്തിലാക്കുകയായിരുന്നു. ഇതിന് VD സതീശൻ്റെ പിന്തുണയുമുണ്ട്. സീനിയർ നേതാക്കളായ ബെന്നി ബെഹനാനും KC ജോസഫും MM ഹസനുമൊക്കെ കടുത്ത എതിർപ്പ് ഉയർത്തിയെങ്കിലും ഷാഫി പറമ്പലിൻ്റെയും PC വിഷ്ണുനാഥിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ചടുലമായ നീക്കങ്ങളിലൂടെ പഴയ പുലികളെ മുഴുവൻ മാറ്റി നിർത്തി A ഗ്രൂപ്പ് പുതിയ ആളുകളെ, യുവ നേതാക്കളെ കൊണ്ടുവന്ന് അണിനിരത്തിയിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പഴയ A ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഷാഫി പറമ്പലിൻ്റെയും PC വിഷ്ണുനാഥിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ A ഗ്രൂപ്പ് പഴയ A ഗ്രൂപ്പിനെ നിഷ്പ്രഭമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പഴയ A ഗ്രൂപ്പിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇവർ മൂന്ന് പേരും ചേർന്ന് VD സതീശൻ്റെ അനുഗ്രഹാശിസുകളുടെയും സഹായത്തോടുകൂടിയും പുതിയ A ഗ്രൂപ്പ് കേരളത്തിൽ രൂപീകരിച്ചിരിക്കുകയാണ്. ഈ A ഗ്രൂപ്പിലേക്ക് പുതിയ തലമുറയിൽപ്പെട്ട പലരെയും അവർ ചേർക്കുന്നുമുണ്ട്. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പുതിയ ശക്തിയായി മാറാൻ ഈ A ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും നേതൃത്വം നൽകുന്ന ഈ പുതിയ A ഗ്രൂപ്പ് പഴയ നേതാക്കളെല്ലാം വെട്ടി മൂലക്കിടുകയാണ് ചെയ്യുന്നത്. പഴയ നേതാക്കൾ ആരും വേണ്ട. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരോ AK ആന്റണിയുടെ വിശ്വസ്തരോ ആരും ഈ പുതിയ A ഗ്രൂപ്പിൽ വേണ്ട എന്ന തീരുമാനമാണ് PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ചേർന്ന് എടുത്തിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു, കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും ഗ്രൂപ്പ് ബലാബലങ്ങളും മാറി വരികയാണ്. ഇപ്പോൾ I ഗ്രൂപ്പ് എന്ന് പറയുന്നത് KC വേണുഗോപാൽ നേതൃത്വം നൽകുന്ന പഴയ I ഗ്രൂപ്പിൻ്റെ അവശിഷ്ടമാണ്. അതിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളും. VD സതീശനാകട്ടെ A ഗ്രൂപ്പിൻ്റെയും I ഗ്രൂപ്പിൻ്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് ഷാഫിയെയൊക്കെ ഉപയോഗിച്ച് മറ്റൊരു ഗ്രൂപ്പ് സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ്. ഏതായാലും ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും സൃഷ്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പുതിയ A ഗ്രൂപ്പിലേക്ക് ചില യുവ നേതാക്കൾ കൂറുമാറി തുടങ്ങിയെന്നും പറയപ്പെടുന്നുണ്ട്. കോൺഗ്രസിൽ എക്കാലവും ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഗ്രൂപ്പുകളുടെ ശക്തിയിലാണ് കോൺഗ്രസ് നിലനിന്നിരുന്നത്. എന്നാൽ പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം മാറിമറിഞ്ഞു 2021 ശേഷം. ഇപ്പോൾ അനാഥമായി കിടന്ന A ഗ്രൂപ്പിനെ പുതിയ A ഗ്രൂപ്പ് എന്ന പേരിൽ പുനഃസംഘടിപ്പിക്കാനാണ് ഷാഫി പറമ്പലിൻ്റെയും PC വിഷ്ണുനാഥിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും തീരുമാനം. അവർ അതിൽ എത്ര കണ്ട് വിജയിക്കുമെന്നറിയില്ലെങ്കിലും നിലമ്പൂരിൽ ഇവരുടെ ഒരു തേരോട്ടമാണ് യഥാർത്ഥത്തിൽ കണ്ടതെന്നും ഇക്കാര്യത്തിൽ സീനിയർ നേതാക്കളെല്ലാം അസ്വസ്ഥരാണെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ പറയുന്നു.